നമുക്കൊപ്പം CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് പ്രതിനിധി, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് BJP പ്രതിനിധി, KM ആന്റണി റിട്ടയർഡ് SP എന്നിവരാണ്. ശ്രീ ഷിബു മീരാൻ, ഇപ്പോൾ അഡ്വക്കേറ്റ് KS അരുൺകുമാർ പറഞ്ഞു വെച്ചത് കേട്ടില്ലേ? കേരളത്തിൽ ഇതേപോലെ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടുണ്ടോ? വളരെ വേഗത്തിൽ തന്നെ നടപടികൾ എടുക്കുന്ന ഒരു സർക്കാർ ഉണ്ടായിട്ടില്ലേ? അന്വേഷണ മികവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പോലീസല്ലേ? ആ പോലീസിനെ അപകീർത്തിപ്പെടുത്താൻ ചില പുഴുക്കുത്തുകളുടെ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് അതിനെ പർവ്വതീകരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മുഖ്യമന്ത്രിയും പറയുന്നത് സഭയിൽ. ഷിബു മീരാൻ, കേരളത്തിലെ പോലീസിൻ്റെ ഓണസ്റ്റിയെ ഇവിടെ ആരാണ് അരുൺകുമാർ ചോദ്യം ചെയ്തത്? ഇപ്പോൾ താങ്കൾ BJP പ്രതിയായിട്ട് സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ PSC അപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചു, എനിക്ക് ശരിയാണ്, ഞാനത് അംഗീകരിക്കുന്നു. മധ്യപ്രദേശിൽ കേട്ടാൽ ഭീകരമാകുന്ന അപസർപ്പക കഥ പോലെ തോന്നിക്കുന്ന 100 മനുഷ്യർ ആത്മഹത്യ ചെയ്ത വ്യാപം അഴിമതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ PSC അങ്ങനെയല്ല, നമ്മുടെ പോലീസ് അങ്ങനെയല്ല, നമ്മുടെ ആരോഗ്യ മേഖല അങ്ങനെയല്ല. കാരണം നമ്മൾ സാക്ഷരരാണ്. പോലീസ് സ്റ്റേഷനിലായാലും ആശുപത്രിയിലായാലും എവിടെയായാലും ഈ രാജ്യത്തെ മനുഷ്യർക്ക് തുല്യമായി ലഭിക്കേണ്ടുന്ന അവകാശബോധത്തെക്കുറിച്ച്, ജനാധിപത്യ ബോധത്തെക്കുറിച്ച് കേരളപ്പിറവി മുതൽ ഇന്ന് വരെ നിരന്തരം വികസിച്ച് വന്ന സമ്പന്നമായൊരു ചരിത്രം നമുക്കുണ്ട്. ഞാനത് അംഗീകരിക്കുകയാണെന്നേ. ഇവിടെ എന്താ പ്രശ്നം? ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി ആരുടേതുമാകട്ടെ, ആ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനും കരിങ്കൊടി ഉയർത്താനും വഴിയരികിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കാനും SFIക്കാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും തുല്യാവകാശമുണ്ടോ കേരളത്തിൽ? താങ്കൾ തലകുലുക്കി സമ്മതിക്കില്ല ഉണ്ട് എന്ന്. എന്നാൽ ഗവർണർക്കെതിരെ കേരള സർവകലാശാലയിൽ സമരം നടത്തുന്ന SFIക്കാരെ പോലീസ് കൈപിടിച്ച് വീഴാതെ ആ സർവകലാശാലയുടെ 2ാം നിലയിലേക്ക് പിടിച്ചു കയറ്റും. വഴിയരികത്ത് നിന്ന് കരിങ്കൊടി ഉയർത്തി കാണിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരനെ പിണറായി വിജയന്റെ അംഗരക്ഷകരായ പോലീസ് ലാത്തി കൊണ്ട് തലക്കടിക്കും. എന്നിട്ട് ആ പോലീസുകാർക്കെതിരെ പരാതി കൊടുത്താലോ അവസാനത്തെ നിമിഷം വരെ പിണറായി വിജയൻ ആ പോലീസുകാരെ സംരക്ഷിക്കുന്നു മാത്രമല്ല, അവർ നടത്തിയത് രക്ഷാപ്രവർത്തനമല്ലേ എന്ന് ചോദിച്ചു കളയും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. വംശീയമായ മുൻവിധി ഉത്തരേന്ത്യയിലെ പോലീസിന്റെ, BJP പോലീസിന്റെ വലിയ തകരാറാ. ഞാൻ പറഞ്ഞ ബിന്ദുവിനെതിരെ കേരളത്തിലൊരു പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തിച്ചത് നമ്മൾ നിർവചിച്ച പ്രിവിലേജ്ഡായ ഒരു കളറില്ലാത്തത് കൊണ്ട്, പ്രിവിലേജ്ഡായ വസ്ത്രങ്ങൾ ധരിക്കാത്തത് കൊണ്ട്, പ്രിവിലേജ്ഡായ ജോലി ഇല്ലാത്തത് കൊണ്ട് ഈ ഇരിക്കുന്നവൾ കള്ളിയായിരിക്കും എന്ന് തീരുമാനിച്ചിട്ട് അവർക്ക് കക്കൂസ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ലേ? ആ പോലീസുകാരുണ്ടോ ഈ 144 പേരില്? യൂത്ത് കോൺഗ്രസ് ജനാധിപത്യ അവകാശത്തിന്റെ തലക്കടിച്ച ആ പോലീസുകാരുണ്ടോ? തീർന്നില്ല. സസ്പെൻഷൻ കൊണ്ടായില്ലല്ലോ, ഇവർ പിരിച്ചുവിട്ടാറ് കണക്കല്ലേ പറയുന്നത്. ആ പോലീസുകാരൻ്റെ ഇവിടെ വിനായകൻ ആത്മഹത്യയിലേക്ക് പറഞ്ഞല്ലോ, നീ മുടി നീട്ടി വളർത്തിയവനല്ലടാ, നിന്റെ തൊലി കറുത്തവല്ലടാ എന്നും ചോദിച്ച് പരസ്യ വിചാരണ നടത്തി ഒരു ചെറുപ്പക്കാരൻ ഈ കേരളത്തിൽ. ഇവിടുന്ന് അങ്ങോട്ട് പുറകോട്ട് പോയാൽ 17 മനുഷ്യരുടെ ജീവിതമുണ്ട്, ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുണ്ട്. ഈ പുഴുക്കുത്തുകളെ സംരക്ഷിക്കുന്നു എന്നതാണ് പ്രശ്നം. സുജിത്ത് 11 കേസിലെ പ്രതിയാണത്രേ. ഞാനങ്ങ് സമ്മതിച്ചേക്കാം, 11 കേസിൽ പ്രതിയായാൽ അയാൾ വലിയ കുഴപ്പക്കാരനാണ്. എന്നാൽ ഒരു കൊലപാതക കേസിൽ പ്രതിയായി വിചാരണ നടന്ന് തെളിവ് പരിശോധിച്ച് കോടതി ശിക്ഷിച്ചാലോ അയാൾ കുഴപ്പക്കാരനാവുമോ? അയാൾക്ക് കള്ളു വാങ്ങി കൊടുക്കാൻ പാടുണ്ടോ? അയാളുടെ കല്യാണത്തിന് കല്യാണരാമൻ കഴിക്കാൻ ഇവിടുത്തെ ഭരണകക്ഷിയുടെ നേതാക്കന്മാര് പോവാൻ പാടുണ്ടോ? ജയിലിലിരുന്ന് അവർ സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലും ഗുണ്ടാപ്പണിയും നടത്തിയാൽ അവരുടെ ഫോൺ വാങ്ങി വലിച്ചെടുത്തിട്ട് ഈ കൊടുത്തതുപോലെ ചെകിടത്തൊരു അടി കിർമാനി മനോജിനും കോടി സുനിക്കും കൊടുക്കാൻ ധൈര്യമുണ്ടോ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന്? ഈ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യുമ്പോഴാണ് ഡോക്ടർ അരുൺകുമാർ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റിന് രക്ഷപ്പെടാൻ പഴയ കണക്കുകൾ മതിയാവില്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. വഴിയോരത്തൊരു ലോറി വരുന്നതും കണ്ടു നിന്നൊരു പാവപ്പെട്ട പെൺകുട്ടിയെ കള്ളിയാക്കിയ പോലീസാ പിണറായി വിജയന്റെ പോലീസ്, അവളെ തെരുവിചാരണ നടത്തിയ പോലീസാ പിണറായി വിജയന്റെ പോലീസ്. എന്നിട്ട് ആ പെൺകുട്ടിക്ക് ആത്മാഭിമാനം ഉണ്ടായപ്പോൾ അവൾക്കൊരു നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് അപ്പീൽ പോയ പോലീസാണ് പിണറായി വിജയന്റെ പോലീസ്. ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ നിൽക്കാതെ ഇപ്പോഴും ഇവരെന്തിനാ ഈ പോലീസുകാരുടെ കൂടെ നിൽക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇതാണ് പ്രശ്നം. രാജ്യം മുഴുവൻ ഏറ്റുമുട്ടൽ കൊലപാതകത്തിനെതിരെ ചങ്ക് പൊട്ടി CPM-കാര് ഇൻകുലാബ് വിളിക്കുമ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി നിങ്ങൾ എന്തിനാണ് നിരായുധരായ പാവം മനുഷ്യരെ വെടിവെച്ച് കൊന്നത് എന്നെങ്ങാനും പ്രതിപക്ഷം ചോദിച്ചാൽ ഇവിടുത്തെ മുഖ്യമന്ത്രി പറയും, അയ്യോ അങ്ങനെയൊന്നും ചോദിച്ചു കളയരുത് കേട്ടോ, പോലീസിന്റെ ആത്മാഭിമാനം പോയി കളയുമെന്നാണ്. ഈ ഇരട്ടത്താപ്പാണ് ഇവിടുത്തെ പ്രശ്നം. രാജ്യം മുഴുവൻ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളെ റദ്ദാക്കി പാട്ടം കിട്ടിയ ഒരു സംസ്ഥാനം പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും വില കൊടുക്കാതെ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഒരു വട്ടം കൂടി തുറന്നു കാണിക്കപ്പെട്ടു എന്നതാണ് അടിയന്തര പോലീസ് മർദ്ദനങ്ങളെ ന്യായീകരിക്കാൻ ഇവരെങ്ങനെയാ വരിക? ഒറ്റൊരു വാചകം ഡോക്ടർ അരുൺകുമാർ, ഒറ്റൊരു വാചകം. മാർക്സിസം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടുണ്ട്. ഭരണകൂടത്തിന്റെ മർദ്ദക ഉപകരണങ്ങളാണ് പോലീസ്. ലോകത്തെവിടെയായാലും ഇത്തരം സംവിധാനങ്ങളെ നിലക്ക് നിർത്തണം, അല്ലെങ്കിൽ അത് പാവപ്പെട്ടവരുടെ അവകാശ ബോധങ്ങൾക്ക് മേൽ കേസിലെ പ്രതികളെ സംരക്ഷിച്ചു പിടിച്ചത് UDF സർക്കാരല്ലേ? ആ അമ്മയോട് മറുപടി പറയാനുള്ള ബാധ്യത അന്നത്തെ UDF സർക്കാർ. അതിനുശേഷം പിന്നീട്
ആ അന്വേഷണം അട്ടിമറിക്കപ്പെടുമ്പോൾ ഞാൻ കൂടുതൽ തെളിവുകൾ കൊടുക്കാൻ കഴിയാതെ പോയ പിണറായി സർക്കാരും രണ്ടുപേരും ഒരേപോലെ തുല്യമായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്നില്ലേ? അവിടെയാണ് ഞാൻ ആദ്യം ആ മാർക്സിസ്റ്റ് നിലപാട് ഇപ്പോഴും ഒരു മുസ്ലിം ലീഗുകാരനാണെങ്കിലും ഉയർത്തിപ്പിടിക്കുന്നത്. അടിസ്ഥാനപരമായി മർദ്ദനോപകരണമാണ്. താങ്കൾ അത് നിഷേധിക്കുന്നില്ല. ശരി, അഡ്വക്കേറ്റ് കെ. സുനിൽകുമാർ, പ്രവർത്തിക്കുന്ന അത് മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി ശരി, ആ മർദ്ദനോപകരണം UDF-ന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. പോട്ടെ, LDF വന്നപ്പോഴെങ്കിലും LDF-നെങ്കിലും ആ മർദ്ദനോപകരണത്തെ കൈകാര്യം ചെയ്തുകൂടായിരുന്നു എന്നാണ് ചോദ്യം. കെ. സുനിൽകുമാർ, എനിക്ക് ബോധ്യമുണ്ടെന്ന് ഈ പോലീസിനെ നിലക്ക് നിർത്തുന്ന UDF ആയാലും മൂപ്പർക്ക് അത് പറ്റാത്തല്ലോ. ഡോക്ടർ അരുൺ, രണ്ട് കാര്യത്തിലാണ്, അല്ല എന്റെ സമയമാണ്, രണ്ട് കാര്യത്തിലാണ് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചില പരാമർശങ്ങൾ ഉണ്ടായി. കൃത്യമായി നിയമസഭയിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. 2017 പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ മുന്നിൽ വന്ന പരാതിയുടെ എണ്ണം 808 ആണ്. 2022 ആയപ്പോൾ അത് 146 ആയി. 2024 ആയപ്പോൾ അത് 94 ആയി. 2025 ഇതുവരെ 45. അതായത് 7 വർഷങ്ങൾക്ക് മുമ്പ് 808 പരാതി കിട്ടിയത് കുറഞ്ഞു വന്ന് 100-ൽ താഴെയായി മാറുന്നു എന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കാനുള്ള സാഹചര്യം പോലും പോലീസുകാരുടെ ഇടയിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇത് പരാതി കൊടുത്തിട്ട് പ്രയോജനമില്ലെന്ന് കരുതുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്ന് കരുതിയാലും പോരെ? അത് ആരോപണം ഉന്നയിക്കുന്നവർക്ക് അതും അതിന്റെ അപ്പുറത്തും കാണാം. ഇപ്പൊ കുറച്ചു കാലത്തായിട്ട് കുറെ ആരോപണം ഉണ്ടല്ലോ, 9.5 വർഷമായി. ഒരൊറ്റ ആരോപണം തെളിയിക്കാൻ പറ്റാത്തവർക്ക് അതും ചിന്തിക്കാം, അതിന്റെ അപ്പുറത്തും UDF-നും മാധ്യമങ്ങൾക്കൊക്കെ ചിന്തിക്കാം. നിങ്ങൾ ചിന്തിച്ചോ? പിന്നെ ഒരു കാര്യം, ചില ഉദാഹരണങ്ങൾ എടുത്തു. ഈ ഉദാഹരണങ്ങളൊക്കെ കേരളത്തിലെ ആളുകൾ കാണുന്നില്ലേ? താങ്കൾക്കറിയാലോ, സ്വന്തം മകന്റെ ഒരു കഷ്ണം ഒരു എല്ലിൻ കഷ്ണം എനിക്ക് വേണം, എനിക്ക് ബാഹ്യക്രിയ ചെയ്യാനാണ്, എന്റെ കുടുംബത്തിന് ബാഹ്യക്രിയ ചെയ്യാനാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ കയറി ഇറങ്ങിയ ഒരു അച്ഛനുണ്ടായിരുന്നില്ലേ, ഈശ്വര വാര്യർ? എന്നും കിടന്നുറങ്ങുമ്പോ ഒരു ഇല ചോറ് വിളമ്പി വെക്കും ആ അമ്മ. എന്തിനാ? നനഞ്ഞു കുളിച്ച് പട്ടിണിയായിട്ട് വരുന്ന തന്റെ മകന് കഴിക്കാൻ വേണ്ടി 1976-77 മുതൽ 2001 വരെ മരണപ്പെടുന്നത് വരെ അത്താഴം സ്വന്തം മകന് വേണ്ടി ഒരു ഇല ചോറ് എന്നും മാറ്റിവെക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു ഈ കേരളത്തിൽ. അറിയോ നിങ്ങൾക്ക്? ഈശ്വരവാര്യരുടെ ഭാര്യ. അറിയോ എന്തിനാണ് എന്റെ മകനെ ഈ മഴയത്ത് പുറത്തു നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് മാനസിക അസ്വസ്ഥതാൽ എന്നും പൊട്ടിക്കരയും പൊട്ടിക്ക് ചിരിക്കുകയും ചെയ്ത ഒരു അമ്മയുണ്ടായിരുന്നു. സ്വന്തം മകനെ പിടിച്ചുകൊണ്ടുപോയത് ഈ കോൺഗ്രസിന്റെ പോലീസാ. ഒരു കഷ്ണം, ഒരിറച്ചി കഷ്ണം, ഒരു എല്ലും കഷ്ണം നിങ്ങൾ കൊടുത്തോ? എന്താ പോലീസ് പറഞ്ഞത്? ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആ സാഹചര്യം ഇപ്പൊ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ കത്തിച്ചു കളഞ്ഞില്ലേ? ഒരു തെളിവ് നിങ്ങൾ ബാക്കി വെച്ചോ? അവസാനം ഗവൺമെന്റിന് തന്നെ രാജിവെക്കേണ്ടി വന്നിട്ടില്ലേ? എന്താ മുത്തങ്ങയിലെ സംഭവം? എത്ര പേരെയാ വെടിവെച്ചു കൊന്നേ? എന്തിനാ വെടിവെച്ചു കൊന്നത് നിങ്ങൾക്കറിയോ? ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തതിന്. ഭൂമിയുമില്ല, അവരെ കൊന്നു നശിപ്പിച്ചു കളഞ്ഞു. കുട്ടികളെ, അമ്മമാരെ, 90-80 വയസ്സുള്ള വൃദ്ധന്മാരെ നിങ്ങൾ കൊന്നില്ലേ? നിങ്ങൾ വെടിവെച്ചില്ലേ? ഇന്ന് എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും കൊടുക്കുക ഈ ഗവൺമെന്റ്. നിങ്ങൾക്കറിയോ തങ്കമണി സംഭവം? എത്രയോ സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്തത്. ആരുടെ പോലീസായിരുന്നു നിങ്ങൾക്കറിയോ? സഖാവ് P. രാജീവിനെ, സഖാവ് N. സതീശിനെ ഒരു കരിങ്കൊടി കാണിച്ച് സമരത്തിന്റെ ഭാഗമായിട്ട് അണിനിരുന്നപ്പോ ഈ എറണാകുളം പട്ടണത്തിന്റെ നടുത്തളത്തിൽ വിട്ട് എത്ര ക്രൂരമായിട്ടുള്ള മർദ്ദനം നടത്തിയ പോലീസ് ആരുടെ പോലീസായിരുന്നു? ഈ കേരളത്തിൽ ഇലക്ട്രിക് ലാത്തി ആദ്യമായി ഉപയോഗിച്ചത് ആരാ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇലക്ട്രിക് ലാത്തി എവിടെയാ ഉപയോഗിച്ചേ? ജനനേന്ദ്രിയത്തിൽ ഉപയോഗിച്ചു. ആരാ? കരുണാകരന്റെ പോലീസ്. അതിനുശേഷം AK ആന്റണിയുടെ പോലീസ്, ഉമ്മൻചാണ്ടിയുടെ പോലീസ്. നിങ്ങൾ എന്താ പറഞ്ഞേ? ഈ തല്ല് മുഴുവൻ ഇത് ഞങ്ങളും കൊണ്ടിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ഷർട്ടൂരി പരിശോധിച്ചാലേ ഒരുപാട് ലാത്തിയടി കാണാൻ അറിയാമോ താങ്കൾക്ക്? അതായത് പരീക്ഷാ കമ്മീഷണർ ഓഫീസിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത രജനീയ സാനന്ദിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് എടുത്തു നോക്ക കേരളത്തിന്റെ ചരിത്രം. ഏറ്റവും ആദ്യം കൈവിലങ്ങുകൾ കൂട്ടിയിട്ട് നിരവധി ആളുകളെ ഒരുമിച്ച് കോടതി കൊണ്ടുപോയതാരാ അറിയാമോ? TV രാജേഷ്, PK ബിജു. ഒരാൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ കൈവിലങ്ങ് കൂട്ടിക്കലർത്തിയിട്ട് എല്ലാവരും ബാത്റൂമിൽ കയറണം. ഇതൊക്കെ ഒരു വ്യത്യാസവും ഇല്ലേ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് P. രാജീവിനെ മർദ്ദിച്ച പോലീസുകാർക്ക് ഇവർ പദവി കൊടുത്ത് ഉന്നത സ്ഥാനം കൊടുക്കുമ്പോ 144 പോലീസുകാരെ പുറത്താക്കി മാതൃക കാണിക്കുന്ന മധു ബാബുവിന് നിന്ന് ആലപ്പുഴയിലെ പ്രൊമോഷൻ മാത്രമല്ല ഗുഡ് സർവീസ് എൻട്രി കൊടുത്തിരിക്കുന്നത്.
അത് കൃത്യമായി പരിശോധിച്ച് അന്വേഷണം നടത്തി ഡോക്ടർ മാതൃകാപരമായി ഒറ്റ ശിക്ഷിച്ച് മിനിറ്റ് ആ തരണേ. ശിക്ഷാ രണ്ട് കാലാവധി പേരും പൂർത്തീകരിക്കുമ്പോൾ ശരി. അവർക്കുമുണ്ട് റൈറ്റ്. ഇവിടെ ശരി. ബഹുമാനപ്പെട്ട റിട്ടയർഡ് എസ് പി പറഞ്ഞല്ലോ, അതൊക്കെ അന്വേഷണ ഡോക്ടർ നടപടികളുടെ ശരി, ഷിബു ഭാഗമായി ബീരാൻ, രണ്ട് 30 സെക്കൻഡ് സമയം പകരം എനിക്ക് ശങ്കുട്ടിദാസിലേക്ക് കൂടി ഒരിക്കൽ കൂടി ഇത് പോകണം. 30 സെക്കൻഡ് ഷിബു ബീരാൻ, ദാ 30 സെക്കൻഡ്. പെട്ടെന്ന് ചോദിക്കാം. ഈ ഈച്ചരവാരിയെ കുറിച്ചും രാജനെ കുറിച്ചുമാണല്ലോ പറഞ്ഞത്. നിങ്ങൾ ഈ കുറ്റപ്പെടുത്തുന്ന ലീഡർ കെ കരുണാകരൻ കോൺഗ്രസ് വിട്ട് DIC ഉണ്ടാക്കിയ കാലത്ത് AKG സെന്ററിൽ കസേരയിട്ട് അദ്ദേഹത്തെ കാത്തിരുന്നവരാണ് നിങ്ങള്. പി രാജീവിന് അടികൊണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നപ്പോഴാണ് എറണാകുളത്തെ ഗസ്റ്റ് ഹൗസിൽ സഖാവ് പി രാജീവ് വന്ന SFI സംസ്ഥാന സെക്രട്ടറി തല്ലുകൊണ്ടത്. ഉടുവസ്ത്രം പിന്നെ അഴിഞ്ഞു പോയി അടിവസ്ത്രം ഇട്ട് അദ്ദേഹം പോകുന്ന ദൃശ്യങ്ങൾ എന്ന് ഓർമ്മയുണ്ട്. ആ വെടിവയ്പ് നടത്തിയ രവതാ ചന്ദ്രശേഖരല്ലേ ഇപ്പൊ നിങ്ങളുടെ DGP. അന്ന് പ്രസംഗിച്ച പിണറായി വിജയനല്ലേ മൂപ്പരെ വെച്ചത്. നിങ്ങൾ ഈ തരാതരം പോലെ ചരിത്രം പറയുമ്പോൾ ഇതൊക്കെ ഇവിടെ ആളുകൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഓർക്കുന്ന നന്നാവും ഡോക്ടർ അരുൺകുമാർ. വേറൊന്നുമില്ല, തീർന്നു അരുൺകുമാർ. റിട്ടയർഡ് എസ് പി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞു, കേസ് അരുൺകുമാറോട് റിട്ടയർഡ് എസ് പി തീർന്നു. നിയമപരമായി അന്വേഷണം നടത്തി ശരി, മാതൃകാപരമായി പ്രസംഗം ഇവിടെ ഉണ്ട്. ശരി.